ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പദ്ധതികളും കൂടെ ഒന്ന് വേഗം നോക്കാം കേട്ടോ. 65 വയസ്സിന് മേലെ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് വയോമിത്രം. വയോമിത്രം എന്ന് പറയുമ്പോൾ വയസ്സായിട്ടുള്ള അല്ലേ, വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഒരു മിത്രമാവുക എന്ന് പറഞ്ഞാൽ അവരുടെ സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ 65 വയസ്സിന് മേലെ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് വയോമിത്രം. പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായിട്ട് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത് അക്ഷയ കേരളമാണ് കേട്ടോ. പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായിട്ട് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തതാണ് അക്ഷയ കേരളം. പോലീസിന്റെ എല്ലാ സേവനങ്ങൾക്കുമായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതാ? പോലീസിന്റെ അല്ല, അപ്പോൾ പോൽ പിന്നെ ആപ്ലിക്കേഷൻ പോൽ ആപ്പ്. ജന്മന ഹൃദയവൈകല്യങ്ങളും മറ്റു ഗുരുതര രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അവരൊക്കെ താലോലിക്കണം എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ജന്മന ഹൃദയവൈകല്യങ്ങളും മറ്റു ഗുരുതര രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം. അടുത്ത് നോക്കാം, സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് വൃത്തിയുള്ളതും സുരക്ഷിതവുമായിട്ടുള്ള താമസ സൗകര്യം ഉറപ്പാക്കാൻ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ആലയ്. അവർക്കൊരു ആലയം കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിഥി തൊഴിലാളികൾക്കാണെന്നുള്ളത് ഓർത്ത് വയ്ക്കണേ. ട്രാൻസ്ജെൻഡേഴ്സിന് തുടർ വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? സമന്വയ. പഠിക്കണേ, ട്രാൻസ്ജെൻഡേഴ്സിന് തുടർ വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമന്വയ. രോഗികളായ വയോജനങ്ങൾക്ക് മരുന്ന് വീട്ടിലെത്തിച്ച് നൽകുന്നതിനായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാ? കാരുണ്യ അറ്റ് ഹോം. മരുന്ന് വീട്ടിലെത്തിച്ച് നൽകുന്നതായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മരുന്ന് വീട്ടിലെത്തിക്കുക അറ്റ് ഹോം അല്ലെ, കാരുണ്യ അറ്റ് ഹോം ആണ് കേട്ടോ. തീരദേശത്ത് 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണ് പുനർഗേഹം. ഓക്കെ, പുനർഗേഹം. അവർക്ക് ഒരു വീടൊക്കെ വെച്ചു കൊടുക്കുക. ഗേഹം എന്ന് പറഞ്ഞ വീടാണ് കേട്ടോ. തീരദേശത്ത് 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള പദ്ധതിയാണ് പുനർഗേഹം. അടുത്ത് നോക്കാം, അന്തരിച്ച കവയിത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായിട്ട് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? നാട്ടുമാന്തോപ്പുകൾ. അന്തരിച്ച കവയിത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായിട്ട് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചോദിച്ചിട്ടുള്ളത് നാട്ടുമാന്തോപ്പുകളാണ് കേട്ടോ. 2025 കൂടി ക്ഷയരോഗ നിവാരണം എന്ന ലക്ഷ്യത്തിൽ എത്താൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൻ്റെ ക്ഷയരോഗ മുക്ത കേരളം. ക്ഷയരോഗത്തിൽ നിന്ന് മുക്തമാവാൻ അല്ലെ, 2025 കൂടി ക്ഷയരോഗ നിവാരണം എന്ന ലക്ഷ്യത്തിലെത്താൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൻ്റെ ക്ഷയരോഗ മുക്ത കേരളം. വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസികാരോഗ്യവും ഉറപ്പാക്കാൻ കാര്യക്ഷമത ഉയർത്താനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പ്ലേ ഫോർ ഹെൽത്ത്. ഓക്കെ, വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ആരോഗ്യമൊക്കെ കിട്ടണമെങ്കിൽ എന്തായാലും പ്ലേ ചെയ്യണം, കളിക്കണം എന്നൊക്കെ ആലോചിക്കാം കേട്ടോ. ഹെൽത്തിന് വേണ്ടിയിട്ട് കളിക്കണം. പ്ലേ ഫോർ ഹെൽത്ത്. അടുത്ത് നോക്കാം, ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള ഓൺലൈൻ റേഡിയോ പ്രോഗ്രാമാണ് ഹലോ വോട്ടേഴ്സ് കേട്ടോ. റേഡിയോ പ്രോഗ്രാമാണ്. അപ്പോൾ റേഡിയോയിലൊക്കെ നമ്മൾ ഹലോ പറയും, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പാണ്, അപ്പോൾ നമുക്ക് വോട്ടേഴ്സ്. അപ്പോൾ ഹലോ വോട്ടേഴ്സ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതിയാണ് ഇ സഞ്ജീവനി. കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതിയാണ് ഇ സഞ്ജീവനി. ഓർത്ത് വയ്ക്കണേ. അടുത്ത് നോക്കാം, ഹൈക്കോടതികളിലെയും ജില്ലാ കോടതികളിലെയും കേസുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ആപ്പ് ഏതാണ്? ഇ കോർട്ട് സർവീസസ്. അപ്പോൾ കോർട്ടിലൊക്കെ വിവരങ്ങളെല്ലാം ലഭിക്കുന്ന ആപ്പാണ് കേട്ടോ, സർവീസാണ്. അപ്പോൾ നമുക്ക് ഇ കോർട്ട് സർവീസസ്. പുകയിലയുടെ ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടിയാണ് ക്വിറ്റ് ലൈൻ. ക്വിറ്റ് ചെയ്യുക, പുകയിലൊക്കെ ക്വിറ്റ് ചെയ്യുക അല്ലേ, ക്വിറ്റ് ലൈൻ. ആ ഒരു ചെയിൻ പോലെയൊക്കെ ക്വിറ്റ് ചെയ്യണം. അപ്പോൾ ലൈൻ, ക്വിറ്റ് ലൈൻ. അംഗൻവാടികളുടെ വികസനത്തിനായിട്ട് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? ചായമാണ്. അംഗൻവാടികളുടെ വികസനത്തിനായിട്ട് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? ചായം. ഹൈക്കോടതികളിലെയും ജില്ലാ കോടതികളിലെയും കേസുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ആപ്പ് ഏതാണ്? ഇ കോർട്ട് സർവീസസ്. പുകയിലയുടെ ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടി ഏതാണ്? ക്വിറ്റ് ലൈൻ ആണ്. അംഗൻവാടികളുടെ വികസനത്തിനായിട്ട് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് ചായം. അടുത്ത് നോക്കാം, 75 വയസ്സിന് കൂടുതൽ പ്രായമുള്ള മരങ്ങൾക്ക് പ്രതിവർഷം 25,000 രൂപ ലഭിക്കുന്ന പ്രാണവായു ദേവത പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തിയുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഹരിയാനയാണ്. അപ്പോൾ 75 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള മരങ്ങൾക്ക് പ്രതിവർഷം 25,000 രൂപ ലഭിക്കുന്ന പ്രാണവായു ദേവത പെൻഷൻ പദ്ധതിയാണ് കേട്ടോ. അതെവിടെയാണ് ഏർപ്പെടുത്തിയുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഹരിയാനയാണ്. മരങ്ങളാണ്, അപ്പോൾ മരങ്ങളൊക്കെ ഇങ്ങനെ പച്ചക്കളറല്ലേ, അപ്പോൾ ഹരിതവുമായിട്ട് കണക്ട് ചെയ്യാലോ, ഹരിയാന എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്തത്, ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സർഗശേഷി കണ്ടെത്തി പരിപോഷിപ്പിക്കുന്ന സമഗ്ര ശിക്ഷ കേരളം ഒരുക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കളിക്കൂട്ടമാണ് കേട്ടോ.
ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സർഗ്ഗശേഷി കണ്ടെത്തി അവരുടെ കഴിവും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അത് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കളിക്കൂട്ടം. അപ്പോൾ കളിക്കുമ്പോഴേക്കും ആയിരിക്കില്ല അവരുടെ കഴിവും കാര്യങ്ങളും സർഗ്ഗശേഷിയൊക്കെ കണ്ടെത്തുക. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. കളിക്കൂട്ടമാണ്. അപ്പോൾ ഓട്ടിസം വെച്ചിട്ട് നമ്മൾ വേറൊരെണ്ണം കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു? സ്പെക്ട്രം. ഓട്ടിസം സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു. അത് അവരുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, സ്പെക്ട്രം. അടുത്തത് ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ വാങ്ങാൻ വായ്പ ലഭ്യമാക്കുന്ന സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാതരംഗിണി. വിദ്യാതരംഗിണി മൊബൈൽ ഫോണാണ്, തരംഗമാണ് കേട്ടോ, വിദ്യാതരംഗിണി. അടുത്തത് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്ന KSFEയുടെ പദ്ധതിയാണ് വിദ്യാശ്രീ. ഓക്കെ, അപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിൽ ശ്രീ, ഐശ്വര്യം, വിദ്യാശ്രീ. അതേസമയം മൊബൈൽ ഫോൺ ആണെങ്കിൽ തരംഗങ്ങൾ വരുമല്ലോ, അപ്പോൾ അങ്ങനെ വിദ്യാതരംഗിണി. അടുത്ത് നോക്കാം, മത്സ്യ വിൽപ്പനക്കാരായിട്ടുള്ള വനിതകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതി ഏതാണ്? സമുദ്രയാണ് കേട്ടോ. മത്സ്യ വിൽപ്പനക്കാരായിട്ടുള്ള വനിതകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതി ഏതാണ്? സമുദ്രയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കളിക്കൂട്ടം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികളുടെ സർഗ്ഗശേഷി കണ്ടെത്തി പരിപോഷിക്കുന്നതിനായിട്ടുള്ള സമഗ്ര ശിക്ഷ കേരളം ഒരുക്കുന്ന പദ്ധതി, അതുപോലെ തന്നെ നമ്മുടെ ചായ മാർക്കണ്ട അംഗൻവാടികളുടെ വികസനത്തിനായിട്ട് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് ചായം. അടുത്ത് നോക്കാം, ശബ്ദ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഡെസിബൽ. ഡെസിബൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശബ്ദവുമായിട്ട് കണക്ട് ചെയ്യാലോ. ശബ്ദ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡെസിബൽ. രാജ്യത്തുള്ള എല്ലാവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് നിപുൺ ഭാരത്. നിപുൺ ഭാരത് എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യത്തുള്ള എല്ലാവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം കേട്ടോ, അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് നിപുൺ ഭാരത്. ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. അപ്പോൾ ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളെയും കുട്ടികളെയൊക്കെ നമ്മളൊരു സ്നേഹിത പോലെ കാണുക, അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യൂ കേട്ടോ. അടുത്തത് മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായിട്ട് KSRTCയുമായിട്ട് ചേർന്ന് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് മിൽമ ഓൺ വീൽസ്. അപ്പോൾ മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായിട്ട് KSRTC, അതിൻ്റെയാണ് നമ്മുടെ വീൽസ് വന്നേക്കുന്നത് കേട്ടോ, മിൽമ ഓൺ വീൽസ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് കയറാം. അടുത്ത് നോക്കാം, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള നവജാത ശിശുക്കൾക്ക് ഉടൻ ചികിത്സ ലഭ്യമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? നിയോ ക്രാഡിലാണ് കേട്ടോ. നവജാത ശിശുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നിയോ ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ, നിയോ. ഓക്കെ, അപ്പോൾ നവജാത ശിശുക്കൾക്ക് ഉടൻ ചികിത്സ ലഭ്യമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? നിയോ ക്രാഡിൽ. നിയോ ക്രാഡിൽ. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ് ആണ് കേട്ടോ. സർക്കാർ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചു വയ്ക്കണം കേട്ടോ. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായിട്ടുള്ള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം. കുടുംബശ്രീ ഓൺലൈൻ ഭക്ഷ്യ വിതരണത്തിനായിട്ട് പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? കുടുംബശ്രീ. ഭക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ, ഭക്ഷ്യം എന്ന് പറയുമ്പോൾ അന്നവുമായിട്ട് ആലോചിക്കാം, കുടുംബശ്രീയുടെ ശ്രീ കൊടുക്കാം, അന്നശ്രീ കേട്ടോ. അപ്പോൾ അശ്വമേധം എന്താ? കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായിട്ടുള്ള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം. കുഷ്ഠരോഗമൊക്കെ മാറിക്കഴിയുമ്പോൾ അശ്വത്തെ പോലെ കുതിരയെ പോലെയൊക്കെ നമുക്ക് പോരാടാം, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഓർക്കാം. അടുത്ത് നോക്കാം, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധരരായ അമ്മമാർക്ക് സർക്കാർ സൗജന്യമായിട്ട് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. യാനം എന്ന് പറഞ്ഞാൽ യാത്രയാണ് അല്ലേ. അപ്പോൾ സ്നേഹയാനം, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധരരായ അമ്മമാർക്ക് സർക്കാർ സൗജന്യമായിട്ട് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സ്നേഹിത. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. ഭവനരഹിതരായവർക്ക് വീട് വെച്ച് നൽകുന്നതിനായിട്ടുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് ലൈഫ് മിഷൻ. അപ്പോൾ ലൈഫ് മിഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ലൈഫ് കിട്ടില്ല, നമുക്കൊരു ഭവനം കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ലൈഫ് കിട്ടുകയാണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. ലൈഫ് മിഷനാണ് ഭവനരഹിതരായവർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് ലൈഫ് മിഷൻ. അടുത്തത് PWD4U ആണ് കേട്ടോ. അതായത് റോഡുകളെ സംബന്ധിച്ച് പരാതി അറിയിക്കുന്നതിനായിട്ട് ആരംഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷനാണ് PWD4U. ഓക്കെ, അടുത്തത് വൃക്ക കരൾ രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. അവർക്കൊരു ആശ്വാസമായെന്നൊക്കെ ആലോചിക്കുക കേട്ടോ, സമാശ്വാസം. വൃക്ക കരൾ രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള അവയവദാന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവിനിയാണ്. ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാലാണ്. കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചതാണ്. അതേപോലെ തന്നെ സുഹൃതം കൂടെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. സുഹൃതത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മമ്മൂട്ടിയാണ്. ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് സുഹൃതം, ഒന്ന് ഓർത്ത് വയ്ക്കണേ. കുട്ടികൾക്കിടയിൽ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് നിനവ്. അപ്പം നിനവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ചിന്ത എന്നൊക്കെയാണ്. അപ്പോൾ ചിന്തകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ആത്മഹത്യ വരണം, നമ്മളിങ്ങനെ ഒരുപാട് ചിന്തിച്ച് കൂട്ടുമ്പോഴല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് നിനവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. കുട്ടികൾക്കിടയിൽ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് നിനവ്. ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പൊൻവാക്ക്.
ഓക്കെ, ശൈശവ വിവാഹം തടയാൻ നമ്മുടെ ഒരു വാക്ക് മതി അല്ലേ, ഒരു വാക്ക് മതി, അത് പൊന്നാവും, പൊൻവാക്ക്. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായിട്ട് കേരള പോലീസിന്റെ പദ്ധതിയാണ് പ്രശാന്തി. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായിട്ട് കേരള പോലീസിന്റെ പദ്ധതിയാണ് പ്രശാന്തി കേട്ടോ, പോലീസിന്റെയാണ് പ്രശാന്തി. ഗാർഹിക ഉപഭോക്താക്കൾക്ക് വിലക്കുറവിൽ LED ബൾബുകൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ്? ഫിലമെന്റ് രഹിത കേരളമാണ് കേട്ടോ. നിലാവ് പഠിച്ച ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? തെരുവിളക്കുകളിലായിരുന്നു കേട്ടോ LED ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് നിലാവ്. അടുത്ത പോയിന്റ് നോക്കാം. നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിന് അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? കരുതലാണ് കേട്ടോ. നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിന് അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? കരുതൽ. അടുത്ത പോയിന്റ്, മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണ ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഈ സമൃദ്ധ മൃഗസംരക്ഷണവുമായിട്ടൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് പദ്ധതികളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓൾ കൊടുക്കുക, ഓൾ നോട്ടിഫിക്കേഷൻസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.